ഈ വർഷത്തെ S25 സീരീസുകളിൽ തന്നെ ഏറ്റവും ബാങ്ക് ഫോർ ദ ബക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോൺ S25 ആണ് കേട്ടോ. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസും കുറവാണ്. S25 അൾട്രയിൽ കിട്ടുന്ന സെയിം ചിപ്സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു S25ലും കിട്ടുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ S24 അൾട്ര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 40% പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു നോർമൽ S25ലുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു പവർ യൂസർ ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഫോൺ തന്നെയാണ്. കുറച്ച് പൈസയ്ക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫോണിലൂടെ ആയിരിക്കും. ഇന്ന് എനിക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ S24 അൾട്രയും ഈ ഒരു S25 തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്കിന്ന് നോക്കണം കേട്ടോ. ഗീക്ക് ബെഞ്ചിൽ എത്ര സ്കോർ കിട്ടുന്നുണ്ടെന്ന് നോക്കണം. എനിക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് ഒരു 40% ഹയർ, ഗിവ് ഓർ ടേക്ക് 40% ഹയർ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തിട്ടില്ല, അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ S25 പാക്കേജിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പാക്കേജിങ്ങിൽ തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്. മുൻവശത്തായിട്ട് ഇവിടെ ആയിട്ട് ആ ഒരു പഴയ ഒരു സംഭവമൊക്കെ മാറിയിട്ട് കുറച്ചൊരു പുതിയ റീഡിസൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഏതാണ്ട് ബോക്സൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഡൈമെൻഷൻ സൈസിലൊന്നും വ്യത്യാസമില്ല. ഈ മുൻവശത്തായിട്ടുള്ളൊരു ഈ ഒരു സംഭവം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു നീറ്റർ പാക്കേജിംഗ് ആണ് ഇപ്രാവശ്യം കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ഐസി ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ ഓൾവേസ് സാറ്റിസ്ഫൈ ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി. യെസ്, ദിസ് ഈസ് അവർ ഡിസൈൻ ആൻഡ് ദിസ് ഈസ് ദ ഐസി ബ്ലൂ കളർ. ഇൻസൈഡ് you should see something like, yes, നമുക്കിവിടെ കേബിളുണ്ട്, കുറച്ച് പേപ്പർ വർക്ക്സ് ആൻഡ് ടൈപ്പ് സി. യെസ്, there is a mention in India right here. ഒരു ഇന്ത്യയുടെ ഒരു മെൻഷനിങ് ഉണ്ട്. സോ ദിസ് ഈസ് ഫോൺ എൻ്റർലി മെയ്ഡ് ഇൻ ഇന്ത്യ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോൺ കേട്ടോ. ഇതാണ് S25 ഐസി ബ്ലൂ കളർ. അയ്യോ, എന്തൊരു സോളിഡ് ഫോൺ കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. സോളിഡ് ഫോൺ, ഭയങ്കര സോൾഡാണ് കേട്ടോ. കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സോൾഡാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു പൊടിക്ക് വിട്ട് ശകലം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സോൾഡ്, കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സോളിഡ് ഫീൽ കയ്യിൽ കിട്ടുന്നുണ്ട്. വാവ്, നൈസ്. എനിക്ക് ഈ കുഞ്ഞ് ഫോണുകളോട്, ലൈക്ക് ചെറിയ ഫോം ഫാക്ടറിൽ നല്ലൊരു വരുന്ന ഫോണുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആ ഒരു കാറ്റഗറിയിലുള്ളൊരു ഫോൺ തന്നെയാണ് കേട്ടോ. നൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫോം ഫാക്ടർ അടിപൊളിയായിട്ടുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഒരു പ്രീമിയം ഫീല് ആ ഒരു ഡിവൈസിനുണ്ടെന്ന് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. വളരെ ക്ലീൻ ലുക്കാണ്, നൈസ്. സോ ഇവിടെ ആയിട്ട് നമുക്ക് സ്പീക്കർ ഗ്രിൽ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട്, സിം കാർഡ് ജെക്ഷൻ, മൈക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും 3 ക്യാമറ സെറ്റപ്പ്, സിംഗിൾ ഫ്ലാഷ്, ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ. ആൻഡ് ഇപ്രാവശ്യത്തെ ആൻറ്റിനയുടെ ഇത് മാറിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എക്സെപ്റ്റ് ദാറ്റ് എവറിത്തിങ് സീംസ് സെയിം. കളറും കൊള്ളാം, നൈസ് കളറാണ്. സോ ഇത് 12GB 512GB വേരിയൻ്റ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്യാം. ഗൈസ്, അങ്ങനെ ഫൈനലി S25 ബൂട്ട് ചെയ്തിട്ടുണ്ട്. ബൂട്ട് ചെയ്യുക മാത്രമല്ല, ഈ ഒരു ഫോൺ കുറച്ച് നേരമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സെറ്റപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു. ഫോൺ മൊത്തത്തിലൊന്ന് അരിച്ച് പറക്കി അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഫിംഗർ പ്രിൻ്റ് ഇവിടെ ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു ഗീക്ക് ബെഞ്ച് സ്കോറും റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം. ഇന്ന് 29-ാം തീയതിയാണ് കേട്ടോ. എനിക്ക് ഒരു ദിവസം ഒന്ന് ഫുള്ളി ഉപയോഗിച്ച് നോക്കണമായിരുന്നു, എന്നിട്ടൊരു അഭിപ്രായം പറയാമെന്ന് കരുതി. അതുകൊണ്ടാണ് ആ ഒരു ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസൈനാണ് കേട്ടോ. ഡിസൈൻ എന്ന് പറയുന്നത് പക്കാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഒരു സോളിഡ് ഫോം ഫാക്ടറാണ് കയ്യിലിരിക്കുമ്പോൾ. ആ ഒരു എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഫോണുകൾ, സോളിഡ് ഫോം ഫാക്ടറിലുള്ള ഈസിലി ആക്സസിബിൾ, വൺ ഹാൻഡ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫോൺ തന്നെയാണിത്. അതിൽ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലുക്സും കാര്യങ്ങളും ഒരു പ്രീമിയം ഫീൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കളർ എന്ന് പറയുന്ന ഐസി ബ്ലൂ ആണ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഐസി ബ്ലൂ എന്ന് പറയുന്ന വളരെ പ്രീമിയം കളർ തന്നെയാണ് കേട്ടോ. വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കളറാണ്.
നോ നോൺസെൻസ് കളേഴ്സ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത്രയ്ക്ക് ഡിസൈൻ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഡിസൈൻ വൈസിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസൽസ് ആണ് കേട്ടോ. ബെസൽസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം തിന്നറായിട്ടുള്ള ബെസൽസ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം S24 കിട്ടിയതിനേക്കാളും തിന്നറായിട്ടുള്ള ബെസൽസ് തന്നെയാണ്. പിന്നെ യൂണിഫോം ബെസൽസ് ആണ്. അത് എനിക്ക് മറ്റൊരു ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതായത് എല്ലായിടത്തും ഒരുപോലെ യൂണിഫോം ആയിട്ടുള്ള തിക്നെസ്സിലുള്ള ബസ്സിലാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഫിംഗർ പ്രിൻ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ അടിപൊളിയാണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു LTPO അമോലഡ് ഡിസ്പ്ലേ ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 120 ഹെർട്സ് ആണ് കേട്ടോ. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. HDR10 ഓപ്ഷനുണ്ട്. 2600 നിറ്റ്സ് ആണ്. ഞാൻ പുറത്ത് വെച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സൂര്യൻ്റെ ചുവട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂവും ഈ ഒരു ഫോണുമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റീവായിട്ട് നല്ല ബ്രൈറ്ററായിട്ട് തന്നെ സണ്ണി കണ്ടീഷൻസിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ 6.2 ഇഞ്ചസ് ആണ്. 1080x2390 എന്ന് പറയുന്ന പിക്സൽ റെസൊല്യൂഷനാണ് വരുന്നത്. പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം കൂടെ ഈ ഒരു ഡിസ്പ്ലേയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള പ്രൊട്ടക്ഷനാണ് കേട്ടോ. കഴിഞ്ഞ വർഷം വരെ ആർമർ 2ൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ Geekbench 6-നകത്ത് ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 28 ജനുവരി 2025 12:47. നമുക്ക് സിംഗിൾ കോറിൽ കിട്ടിയിരിക്കുന്ന 3172 മൾട്ടി കോർ സ്കോർ എന്ന് പറയുന്നത് 10029 ആണ്. മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ കോറിൽ S24 അൾട്രയ്ക്ക് 2136 ഉള്ളൂ. ബേസ് മോഡൽ S25 തന്നെ 3172 ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെതായിട്ടുള്ള ഡിവൈസുകളെല്ലാം കാണാം നിങ്ങൾക്ക്. മൾട്ടി കോറിലേക്ക് പോയി കഴിഞ്ഞാൽ S24 അൾട്ര 6675, ഇതിനേക്കാളും 40% കൂടുതലാണ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള S25 ഇട്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ഡിവൈസിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എല്ലാത്തിലും മാറും കേട്ടോ. അതായത് ഇപ്പോൾ ക്യാമറ സാമ്പിൾസിലൊക്കെ ആണെങ്കിലും ആ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഷൂട്ടർ. ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫ്രണ്ട് ഷൂട്ടറും അതുപോലെ തന്നെ പിൻവശത്തെ ഷൂട്ടറും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല ക്വാളിറ്റിയിൽ. കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നത് നോക്കിക്കോണേ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ആവുന്നുണ്ട് എന്നുള്ളൊരു സംഭവം അതിലുണ്ട്. വളരെ ഫാസ്റ്റാണ് കേട്ടോ. പ്രോസസ്സിങ് വളരെ ഫാസ്റ്റാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ ഫോട്ടോസ് വരുന്നുണ്ട്. ഓവറോൾ ക്വാളിറ്റിയും കാര്യങ്ങളും ബാക്കി ക്യാമറ സെറ്റപ്പ് ഹാർഡ്വെയർ ലെവലുള്ള ഡിഫറൻസ് ഒക്കെ എന്ന് പറയുന്നത് ഏതാണ്ട് സെയിം ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വേറെ എക്സ്ട്രാ നോക്കാൻ വേണ്ടിയിട്ടില്ല. വീഡിയോ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 8K 30 FPS റെസൊല്യൂഷനിൽ വരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് അതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത്. ഈ ഫീച്ചേഴ്സ് കുറേയധികം സംഭവങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു നൗ ബ്രീഫ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ, നമ്മുടെ പുതിയ പുതിയ സംഭവങ്ങൾ, നോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 AI ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പഴയ AI അസിസ്റ്റൻസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ AI അസിസ്റ്റൻസിൽ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 8 Eliteൻ്റെ ചിപ്സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള പഴയ AI ഫീച്ചേഴ്സ് തന്നെ നമുക്ക് വളരെ ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല പ്രോസസ് ഡാറ്റ ഓൺലി ഓൺ ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതായത് നിങ്ങളുടെ ഡാറ്റ പുറത്തൊരു ക്ലൗഡ് പ്രോസസ്സിങ്ങിന് വിധേയമാക്കാതെ നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ ഇത് എല്ലാ ഫീച്ചേഴ്സും കിട്ടണമെന്നില്ല. പിന്നെ പുതിയ ഈ ഒരു ചിപ്സെറ്റ് വളരെയധികം എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ സംഭവം നിങ്ങൾക്ക് നല്ല പ്രോസസ്സിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതൊരു ഫീച്ചറാണ്. ഇനി ഈ ഒരു സെറ്റിങ്സിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഈ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സെർച്ച് ചെയ്യുന്നതെന്ന് വെച്ചോ, സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ പുതിയതായിട്ടൊരു ബാർ വന്നിട്ടുണ്ട്. ഇതിൽ മൈക്ക് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് സെറ്റിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ എവിടെ പോയി കണ്ടുപിടിക്കണമെന്ന് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി ഇത് ഒരുപാടധികം മുതിർന്ന ആളുകൾക്കും സെറ്റിങ്സുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ വളരെയധികം എളുപ്പമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കോ, ഐ ഡോണ്ട് ലൈക്ക് മൈ റിംഗ് ടോൺ. ഒബീസ്ലി കണ്ടോ, എനിക്ക് റിംഗ് ടോൺ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിംഗ് ടോണിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്.
ഇനി കറക്റ്റായിട്ട് എവിടെയാണ് ഞാൻ റിംഗ് ടോൺ ചേഞ്ച് ചെയ്യേണ്ടതെന്നും കൂടെ ഫോൺ കാണിച്ചു തരുന്നത് നോക്കണേ. റിംഗ് ടോൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലിങ്കിങ് ഉണ്ടോ? ഞാൻ അടുത്ത് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നാണ്. അതിനനുസരിച്ച് നമുക്ക് ഓരോ റിംഗ് ടോൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇങ്ങനെ പല സെറ്റിങ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ജസ്റ്റ് അത് പറഞ്ഞാൽ മാത്രം മതി. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പല രീതികളിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടുള്ള പഴയ ഫീച്ചേഴ്സ് തന്നെ ഇപ്പോഴത്തെ ഈ ഫോണിനകത്തുണ്ട്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റാണ്, പ്രോസസ്സ് ചെയ്യുന്ന സ്പീഡ് അടിപൊളിയാണ്. അങ്ങനൊരു മാറ്റം ആ ഒരു ചിപ്സെറ്റ് വരുന്നതിലുള്ളൊരു മാറ്റമുണ്ട്. അഡീഷണലി തന്നെ ഇപ്പോൾ ഗാലറി പോയി നമ്മുടെ നേരത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. തൊപ്പി ആഡ് ചെയ്യാനും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് സ്റ്റിൽ യൂസബിൾ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റാണ്, ബെറ്ററാണ്, അങ്ങനത്തെ ഓപ്ഷനുണ്ട്. ഇൻ്റർപ്രെറ്റർ, ഗാലറി ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രോസസ്സിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതൊരു ഹ്യൂജ് ചേഞ്ച് ആക്കി മാറ്റും ഏത് മേഖലയിൽ. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കുറച്ച് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 4000 mAh ബാറ്ററി തന്നെയാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഡിസ്പ്ലേ ടെക്നോളജി സാംസങ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 8 എലീറ്റും കുറച്ച് ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ പോലെ 4000 mAh തന്നെയാണ് കിട്ടുന്നതെങ്കിലും ഇപ്രാവശ്യം നിങ്ങൾക്ക് ഒരു 10 to 15% ആ ഒരു 4000 mAh നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൂടുതൽ ബാറ്ററി ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് സാംസങ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ എനിക്ക് ഇന്നലെ മുതൽ ഞാൻ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഫോൺ കിട്ടിയതിന് ശേഷം ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലാണ് യൂസേജ് കാര്യങ്ങൾ. എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഓവറോൾ ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ S25 എന്ന് പറയുന്നത്. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ Wi-Fi 6 എന്ന് എഴുതിയിരിക്കുന്ന കാണാം. അതിൻ്റെ 6 റൗട്ടർ ആയതുകൊണ്ടാണ്. Wi-Fi 7 ആക്ച്വലി ഈ ഫോൺ സപ്പോർട്ട് ചെയ്യും കേട്ടോ. Wi-Fi 7 റൗട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്പീഡുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓവറോൾ ഫോൺ എന്ന് പറയുന്നത് ഒരു പവർ യൂസറിന് വേണ്ടിയിട്ടുള്ള ഫോണാണ്. അതായത് നിങ്ങൾക്ക് സാംസങ് ഫാമിലിയിൽ വന്നിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പവർ ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അത് S25 ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഫോണാണ്. സിംഗിൾ ഹാൻഡ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. കിടുക്കൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസും വേറെ ലെവൽ തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഫോണിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.